ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടുക്കാച്ചി അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്താ അൺബോക്സ് ചെയ്യുന്നതെന്ന് കണ്ടാലോ. ഇതാണ് സാധനം. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കുറേ പേര് യൂസ് ചെയ്യണ ഒരു ട്രൈപോഡ് സെൽഫി സ്റ്റിക്കാണിത്. ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 250 രൂപ റേഞ്ചിലാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. ഇതിന് ശരിക്കും പിന്നിൽ എഴുതിയിട്ടുള്ളത് 699 രൂപയാണ്. പക്ഷെ എനിക്കിത് 250 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇത് ഞാൻ ഇത് വാങ്ങിയിട്ടൊരു 1.5 മാസമായിട്ടുണ്ട്. ഇതുവരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ഈ സാധനത്തിന്. ഞാൻ ഇത് വാങ്ങി കഴിഞ്ഞതിന് ശേഷം വേറൊരു റിംഗ് ലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിന് 799 രൂപയായി. പക്ഷേ അത് നാശമായി, എല്ലാം പോയി. റിംഗ് ലൈറ്റ് ഒന്നുമില്ല. അതിനും ബാഗ് ഇതാണ്. അത് വാങ്ങി വെറുതെ കാശ് പോയി. റിട്ടേൺ ചെയ്യാനാണെങ്കിൽ ഒന്നും പറ്റില്ല. അപ്പോൾ ഈ സാധനം വെച്ചാണ് ഞാൻ ബിഗിനേഴ്സിനൊക്കെ പറ്റിയൊരു സാധനമാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാറ്. സെൽഫി സ്റ്റിക്ക് ട്രൈപോഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ശരിക്കും ഒരു ട്രൈപോഡാണ് സാധനം. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. എൻ്റെ മോനെ സാധനം കണ്ടാക്കിയിട്ട് സാധനം ഇതൊക്കെ വേണം ട്രൈപോഡെന്ന് വെച്ചാൽ. സാധനം കണ്ട ഇത് ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് ഇങ്ങനെ ഒരു ഇരുട്ടിലൊക്കെ ആണെങ്കിലും ഈ ലൈറ്റ് ഓണാക്കി അത്യാവശ്യം വെളിച്ചത്തിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. ഞാൻ വീഡിയോ എടുത്തൊക്കെയുണ്ട്. പിന്നെ ഇത് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് കേബിളൊന്നും കിട്ടിയിട്ടില്ല. ഇതിന് ഇവിടെ ചാർജ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യാറുള്ളത് നമ്മുടെ എൻ്റെ അമ്മയുടെ ഫോൺ ചാർജ് ചെയ്യണ കേബിൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇത് ചാർജ് ചെയ്യാൻ നിങ്ങളുടെ ഫോണിന്റെ കേബിൾ ആയാലും മതി. ഇതുകൊണ്ടാണ് ഞാൻ ചാർജ് ചെയ്യാറ്. ഇത് ചാർജ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറെ നേരം നിൽക്കുന്നുണ്ട്. 24 മണിക്കൂർ ഇത് നിൽക്കും. ഒരു ഫുൾ ചാർജ് ആയി. ഫുൾ ചാർജ് ആയി ഒന്നും അറിയില്ല. അത് നമുക്ക് എപ്പോഴെങ്കിലും എടുക്കുക തന്നെ. ഇനി ഇതിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ 160 റൊട്ടേറ്റിംഗ് ആണെന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതിങ്ങോട്ട് അങ്ങനെ ആവില്ല. ഇപ്പുറത്തെ സൈഡിലേക്ക് ആവില്ല. വേണമെങ്കിൽ നമുക്ക് അൺബോക്സിങ് ഇങ്ങനെയൊക്കെ വെച്ചെടുക്കാൻ പറ്റും. കയ്യിൽ പിടിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് ക്രാഫ്റ്റ് ന്യൂസ് അങ്ങനെ ഇങ്ങനെ ഈ ഭാഗത്ത് ചെയ്യാനാണെങ്കിൽ ഇതൊന്ന് ഇങ്ങോട്ട് പിടിച്ചാൽ മതി, ഇവിടെ വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ആക്കാൻ പറ്റും. ഫോൺ എങ്ങനെയാ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവിടെ മൂളിക്കാക്കുള്ള ഒരു സാധനം ഉണ്ട്. ഇവിടെ 2 മൂളിക്കാക്കുള്ള സാധനം കണ്ട. മൂളിക്കാക്കുള്ള സാധനം ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫോൺ വെക്കാം. ഫോൺ എങ്ങനെയാ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ട് ഇവിടെ ഫോൺ വെക്കാം. അതാണ് ഇതിന്റെ മെക്കാനിസം വന്നിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് എവിടേക്ക് വേണമെങ്കിലും വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ രീതിയിൽ നമുക്ക് ഇങ്ങനെ തിരിക്കാൻ പറ്റും. കണ്ടോ സെറ്റ് സാധനല്ലേ. പിന്നെ ഇവിടെ ആയിട്ട് ഇതിന്റെ ഒരു പവർ ബട്ടൺ വന്നിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ ഫോട്ടോസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് സാധനം. പിന്നെ ഇതിന്റെ ഇതാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇത്ര ഒരു ഇത്. പിന്നെ നമുക്കിത് ട്രൈപോഡ് ആക്കണമെങ്കിൽ നമുക്ക് കാണണ്ടോന്നറിയില്ല. ഇവിടെ കണ്ടോ ഒരു ഇത് അതിൻ്റെ ഉള്ളിൽ കൈ ഇട്ടാൽ അങ്ങനെ കിട്ടും. അതൊന്ന് നമ്മൾ വലുതാക്കിനെ ട്രൈപോഡായി ഗൈസ്. ഇതാണ് ട്രൈപോഡ്. നമുക്കിത് പൊന്തിക്കുക, ഇവിടെ ഫോൺ വയ്ക്കുക, വീഡിയോ എടുക്കുക. അത്രയ്ക്ക് സീൻ്റെ സാധനമാണ്. പിന്നെ ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പവർ ബട്ടൺ ഇല്ലേ, അത് നമുക്ക് റിമോട്ട് പോലെ ഇങ്ങനെ ഊരിയെടുക്കാൻ പറ്റും. പൊളി സംഭവമല്ലേ. ഇത് നമുക്ക് എന്തിനൊക്കെ യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇനിയായിട്ട് ഒരു മിനി മൈക്ക് വരുന്നുണ്ട്. ഇതിങ്ങനെ വെച്ചിട്ട് സംസാരിച്ചതിനെ കുറച്ചും കൂടി ഇതിൽ കിട്ടും. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ ഒരാളൊക്കെയുള്ള ഒരു ഫാമിലി ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ വെച്ചിട്ട് നമുക്ക് പോയി സ്ഥലത്ത് നിന്നിട്ട് ഇത് കയ്യിൽ പിടിച്ചിട്ട് ഇത് നിൽക്കിയാൽ മതി. അപ്പോൾ ഫോട്ടോ എടുക്കും, വീഡിയോസും അങ്ങനെ തന്നെയാണ്. എല്ലാം ഇതിലെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോട്ടോ എടുക്കാനും പറ്റും, വീഡിയോ എടുക്കാനും പറ്റും. ഞാൻ കുറേ എടുത്തിട്ടുള്ള തന്നെയാണ്. അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർ ഞാൻ എൻ്റെ പ്രോഡക്റ്റ് ലാഗിൽ ഞാൻ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായി വാങ്ങിക്കോ. ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതാ വാങ്ങണ്ട.
റിംഗ് ലൈറ്റ് വാങ്ങിയിട്ടൊന്നും കാശ് കളയണ്ട. അപ്പം എൻ്റെ പോലെ മണ്ടന്മാരാവാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ആദ്യത്തെ